15 വർഷങ്ങൾക്ക് മുമ്പ് അൻവർ റഷീദ് അണിയിച്ചൊരുക്കിയ ഛോട്ടാ മുംബൈ എന്ന ചിത്രം ഇന്ന് തരംഗമാവുകയാണ്. റിലീസ് ചെയ്ത് 7-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ ഒരുപിടി റെക്കോർഡുകൾ തന്നെയാണ് വാരിക്കൂട്ടിയിരിക്കുന്നത്. 7 ദിനം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടി 2 ലക്ഷം രൂപയോളം സിനിമ നേടിയിരിക്കുകയാണ്. റിലീസുകളിലെ ബിഗ്ഗസ്റ്റ് ഫോർത്ത് റിലീസ് ഗ്രോസറായി മാറിയിരിക്കുകയാണ് ഈ സിനിമ. 6-ാം ദിനവും മികച്ച രീതിയിൽ തന്നെയായിരുന്നു സിനിമ നേടിയത്. 27 ലക്ഷം രൂപയോളം. 5 ദിനം കൊണ്ട് 2.5 കോടിയോളമാണ് സിനിമ നേടിയെങ്കിൽ 6-ാം ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 27 ലക്ഷം രൂപ കൂടി വരുന്ന കാര്യങ്ങൾ കണ്ടു. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് വന്നിരിക്കുന്ന കണക്കുകൾ പുറത്ത് വന്നിരിക്കുന്നത് 3 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ നമ്മൾ മറ്റൊരു റെക്കോർഡ് കാണുകയുണ്ടായി. വെറും 77 ദിനങ്ങൾ കൊണ്ട് 3 ചിത്രങ്ങളിലൂടെ മോഹൻലാൽ തീർത്തത് തരംഗം തന്നെയാണ്. 500 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ മണിക്കിലുക്കമായി മോഹൻലാൽ എത്തിച്ചിരിക്കുന്നത്. അതിൽ പുതിയ റെക്കോർഡുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ട്രാക്ക്ഡ് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഷോസ് 79,286 ഷോകളാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായി വന്നിരിക്കുന്നത്. ഈ 3 സിനിമകളിലൂടെ 1.29 കോടി ആളുകൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തു ട്രാക്ക്ഡ് കളക്ഷൻസിലൂടെ. ഹൗസ്ഫുൾ ഷോകൾ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് 7,654 208 കോടി ഗ്രോസ് ആണ് സിനിമ നേടിയിരിക്കുന്നത്. 80 കോടിക്ക് മുകളിലുള്ള റവന്യൂ ഫോർ തിയേറ്റേഴ്സിന് ലഭിച്ചിരിക്കുന്നു. 90 കോടിക്ക് മുകളിലുള്ള റവന്യൂ പ്രൊഡ്യൂസറിന് ലഭിച്ചിരിക്കുന്നു. ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് മോഹൻലാൽ എന്ന ഒറ്റ വ്യക്തി തന്നെയാണ്. വെറും 77 ദിനങ്ങൾ കൊണ്ട് തലയുടെ വിളയാട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു രക്ഷയുമില്ലാത്ത തരംഗമായി മാറുകയാണ് ഈ ഒരു സിനിമ. കോരിച്ചൊരിയുന്ന മഴയത്തും ജനങ്ങൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബുക്ക് മൈ ഷോ ചുവന്നു തുടുക്കുന്നു. പല വമ്പൻ തിയേറ്ററുകളും വർക്കിംഗ് ഡേയ്സിലും ഹൗസ്ഫുൾ അടിച്ച് ഹൗസ്ഫുൾ പെരുമഴയിൽ ഒഴുകുന്നു എന്ന് തന്നെ പറയാം. അത് ഛോട്ടാ മുംബൈ വമ്പൻ റിലീസുകൾക്കിടയിലും അല്ലെങ്കിൽ പുതിയ റിലീസുകൾക്കിടയിലും തലയുയർത്തി പിടിച്ച് നിൽക്കുകയാണ്. ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ആ രീതിയിൽ തന്നെയാണ്. എറണാകുളത്തെ വനിതാ വിനീതയിൽ 4ഓളം ഷോകളാണ് ഇന്ന് ഉള്ളത്. വൈകുന്നേരം, അതായത് നേരത്തെയൊക്കെ 2 ഷോകളോ അല്ലെങ്കിൽ 3 ഷോകളായിരുന്നിടത്ത് ഇപ്പം 4 ഷോകൾ വച്ചിരിക്കുന്നു. 6:45-ന് 2 ഷോകളും 10 മണിക്ക് 2 ഷോകളും. ഇതിനകത്തിൽ 6:45-ന്റെ ഷോ ഹൗസ്ഫുൾ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിൽ എത്തിയിരിക്കുന്നെങ്കിൽ 10 മണിയുടെ 2 ഷോകളും ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ്. കവിതയിൽ 2 ഷോകളാണ് ഈവനിങ് ഉള്ളത്. രാത്രി 9:05-നും 11:59-നും 9:05-ന്റെ ഓൾമോസ്റ്റ് ഫുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരു മിഡ് വർക്കിംഗ് ഡേ ആണ് എന്നുള്ളത് ആലോചിച്ചോളുക. ഇനി വരുന്ന ശനി ഞായർ ദിനങ്ങളിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, റെക്കോർഡ് തരംഗം തന്നെയായിരിക്കും. കവിതയിൽ റെഗുലർ ഷോ പോലെ തന്നെയാണ് ഇപ്പോൾ സിനിമ പോകുന്നത്. അതായത് 5ഓളം ഷോകളാണ്. ഒരു റിലീസ് ചിത്രത്തിന് കൊടുക്കുന്ന എല്ലാവിധ പിന്തുണയും അവിടെ നിന്ന് കിട്ടുന്നു, കവിതയിൽ നിന്ന് കിട്ടുന്നു എറണാകുളത്തെ എന്നാണ്. ഇത് എറണാകുളം കവിതയിൽ മാത്രമല്ല, കണ്ണൂർ എടുത്താലും തലശ്ശേരി എടുത്താലും കോഴിക്കോട് എടുത്താലും ഇനി എവിടെ തിരുവനന്തപുരമാണെങ്കിലും നമുക്ക് കാണാൻ കഴിയുന്ന ഈ തരത്തിലുള്ള ഒരു സപ്പോർട്ട് തന്നെയാണ്. അതെ, തിയേറ്ററുകാർക്ക് വമ്പൻ ആശ്വാസമായിരിക്കുന്നു ഈ ഒരു റിലീസ് ചിത്രം കൂടി എത്തിയപ്പോൾ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം.